ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം ധ്രുവറാത്തിയാണ്. നമ്മുടെ കേരളത്തിലെ മീഡിയക്കാർ മിണ്ടാത്ത ധ്രുവറാത്തിയുടെ കേരള ഘടകം ഫാൻസുകാർ അനങ്ങാത്ത ശബ്ദിക്കാത്ത ഒരു വാർത്തയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ധ്രുവറാത്തിക്കെതിരെ ഗവൺമെന്റ് നടപടിയെടുത്തിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും അടുത്ത കാലത്തെ ധ്രുവറാത്തി ഏറ്റവും കൂടുതൽ വിമർശിച്ചവരാണ് മോദിയാണ്, അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും നടപടിയെടുത്തത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിയിരിക്കുന്നു. വെള്ളയിട്ട് വെള്ളരിപ്രാവിന്റെ ചെങ്ങാതികളാണ്, ഞങ്ങളാണ് നാട്ടിൽ സെക്യുലറിസം കാത്തു സൂക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ ഗാന്ധി ഫാമിലിയുടെ ഫോളോവേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഗാന്ധി ഫാമിലി അല്ല, നെഹ്റു ഫാമിലിയുടെ ഫോളോവേഴ്സ് ഉണ്ട്. ഇവരെ ഒന്ന് പച്ചയ്ക്ക് ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ധ്രുവറാത്തിയെ ഞാനിത് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഞാനൊരു രാഹുൽ ഗാന്ധി വിരോധിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആള് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കാനോ ഭാവി പ്രധാനമന്ത്രി പദം അലങ്കരിക്കാനോ ഇനിയും പുള്ളി ഇങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കത്തേ ഉള്ളൂ. പുള്ളി ഒന്നും പ്രധാനമന്ത്രിയാകുന്നത് കാരണം പുള്ളിക്ക് പറ്റത്തില്ല, പുള്ളിക്ക് അതിനുള്ള കഴിവില്ല. ഒരു ഫാമിലി ജനിച്ചതുകൊണ്ട് പുള്ളിക്കാരെ നേരിട്ട് കെട്ടിയിറക്കി വെച്ചിരിക്കുകയാണ് ഈ പോസ്റ്റിലേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ നെപ്പക്കുട്ടിനെതിരാണ്. കാരണം കഴിവില്ല. നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷം വേണം. നല്ലൊരു പ്രതിപക്ഷം ഉണ്ടോ ഈ രാജ്യത്ത്? ഇല്ല. ഇപ്പം ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ യഥാർത്ഥത്തിൽ ഈ ഗാന്ധി ഫാമിലിയുടെ, നെഹ്റു ഫാമിലിയുടെ യഥാർത്ഥ സ്വഭാവമാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക, ഒരു കമൻറ്റ് ഇടുക, അതോടൊപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഈ ധ്രുവറാത്തി എന്ന് പറയുന്ന ഒരാൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ആൾക്കാരൊക്കെ പുള്ളിക്കാരൻ്റെ ഹിന്ദി വീഡിയോസൊക്കെ എടുത്തിട്ട് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുന്നു. ഭയങ്കര സംഭവമായിരുന്നു. മാസ്റ്റർ സ്റ്റാറ്റസ് ഇടുന്നു, കേരളത്തിൽ ഫ്ലെക്സ് കിട്ടുന്നു. 2024 ഇലക്ഷനിൽ മോദി ഗവൺമെൻറ് ഭൂരിപക്ഷം കുറഞ്ഞത് ധ്രുവറാത്തി കാരണമാണെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അന്നേരം ആരാണ് ഈ രാഹുൽ ഗാന്ധി? പുള്ളിക്കാരന് 99 സീറ്റ് എടുക്കും. കുറഞ്ഞെങ്കിൽ കുറച്ച് സീറ്റ് കിട്ടിയ ആർക്കാണ്? രാഹുൽ ഗാന്ധിക്കാണ് 99 സീറ്റ്. അപ്പോൾ ഈ കന്യാകുമാരി നിന്ന് കാശ്മീർ വരെ നടന്ന രാഹുൽ ഗാന്ധി ആരായി? ധ്രുവറാത്തി കാരണമാണ് ഇവിടെ മോദിയുടെ ഭൂരിപക്ഷം ഇടിഞ്ഞതെന്നുള്ള രീതിയിൽ ഇവിടെ ഭയങ്കര പ്രചരണമുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ആര്? 2 ടൈം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ആൾക്കാർക്ക് മടുക്കും. എന്നിട്ടും ഇപ്പോൾ മോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ അവിടെ ഒരു കഴിവുകേടാണ് ഞാൻ കാണുന്നത്. 2 ടൈം 10 വർഷം ഒരു സർക്കാർ തുടർച്ചയായി ഭരിച്ചിട്ട് വീണ്ടും അവർ അധികാരത്തിലേക്ക് വരികയാണ് ചെയ്തത്. ഇവർക്ക് 99 സീറ്റ് 100 പോലും തയ്ക്കാൻ പറ്റാതെ പുള്ളിക്ക് ഭയങ്കര ഹാപ്പി രാഹുൽ ഗാന്ധി. പുള്ളി പോലും വിചാരിച്ചില്ല സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടുന്ന പോലും. ഇതിൻ്റെ ഇടയിൽ അങ്ങ് കിട്ടിപ്പോയെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ധ്രുവറാത്തി ആണെന്നുണ്ടെങ്കിൽ മോദിയെ ഭീകരമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്തെങ്കിലും ധ്രുവറാത്തിക്ക് സംഭവിച്ചോ? ഒരു ചുക്ക് ചുണ്ണാമ്പും സംഭവിച്ചില്ല. ഈ മോദി ഏകാധിപതി എന്നൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നു ധ്രുവറാത്തി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. നിരന്തരം വീഡിയോ. ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ട് തുടങ്ങുന്നതാണ് യൂട്യൂബ് ചാനൽ. ഇത് ആർക്കെതിരെയാണ് പുള്ളിക്കാരൻ സംസാരിച്ചുകൊണ്ടത്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയാണ് സംസാരിച്ചുകൊണ്ടത്. പുള്ളിക്കാരൻ ഓഫീസിലിരുന്ന് ഈ ടെക്നോളജിയൊക്കെ പുള്ളിയുടെ ഈ ചൂണ്ടുവിരലിരിക്കും. ഇപ്പോൾ ഏകാധിപതിയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ദ്രോഹിക്കണമെന്നൊന്നുമില്ല. ശാരീരികമായിട്ട് ടെക്നോളജി യൂസ് ചെയ്യാമല്ലോ. പുള്ളിക്കാരൻ്റെ വീഡിയോയുടെ റീച്ച് കളയാൻ എന്തെങ്കിലും പാടുണ്ടോ? മറ്റൊരു രീതിയിൽ ഉപദ്രവിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്? എന്നിട്ടും നരേന്ദ്രമോദി ധ്രുവറാത്തിയെ മൈൻഡ് പോലും ചെയ്തില്ല. ധ്രുവറാത്തിയുടെ ശരീരത്ത് ഒരു പൊടി പോലും വീഴുന്നില്ല. എന്നാൽ അങ്ങനെയല്ല. 6 ദിവസം മുമ്പ് ഇതേ ധ്രുവറാത്തി ഇരുന്നിട്ട് കോൺഗ്രസിൻ്റെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ വിമർശിച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ ധ്രുവറാത്തിക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ധ്രുവറാത്തിക്കെതിരെ സ്റ്റേറ്റ് ഗവൺമെൻറ്, തെലങ്കാന ഗവൺമെൻറ്റിനെ വിമർശിച്ച ധ്രുവറാത്തിക്കെതിരെ ഗവൺമെൻറ് നടപടിയെടുത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക. അഭിപ്രായം അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിമർശനത്തെ ആരാണ് ഭയക്കുന്നത്? അപ്പം മോദിയാണോ? അല്ല, രാഹുലും ആ തെലങ്കാനയിലെ സ്നേഹത്തിൻ്റെ കടയും. ഇത് തന്നെയാണ് ഇവരുടെ തട്ടിപ്പെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇവരെ അറിയപ്പെടുന്നത് വെള്ളയൊക്കെ ഇട്ടിട്ട് സ്നേഹത്തിൻ്റെ വെള്ളരിപ്രായം. ഇവരുടെ ചരിത്രം നിങ്ങൾ നോക്ക്. രാഹുൽ ഗാന്ധിയുടെ DNA നോക്ക്. ഏകാധിപതിയുടെ കുടുംബം. ആരാണ് ഇന്ദിരാഗാന്ധി? ഈ രാജ്യത്ത് സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുള്ളിക്കാരുടെ 2 മക്കളുണ്ട്. ഒന്ന് സഞ്ജയ് ഗാന്ധി. നിങ്ങൾ ഹിറ്റ്ലർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ എത്ര മനുഷ്യരെയാണെന്നറിയോ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ട് വന്ധീകരിച്ചത്? നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പം ഈ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒക്കെ ജയ് വിളിക്കുന്ന ടീമുണ്ടല്ലോ, അന്ന് ഇവരുടെ അച്ഛനെയൊക്കെ സഞ്ജയ് ഗാന്ധിയുടെ കൈ കിട്ടിയാണെങ്കിൽ ഈ ജയ് വിളിക്കാൻ ഇവരില്ല. സിമ്പിൾ. അപ്പം നിങ്ങൾ മനസ്സിലായി എന്താണ് ഏകാധിപതി എന്ന്? ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപതി എന്നുള്ള രീതിയിൽ അന്ന് ആ എമർജൻസിയുടെ കാലത്ത് ചെയ്തു വെച്ച കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി സിഖ് കൂട്ടക്കൊലയുടെ സമയത്ത് 2000-ഓളം മനുഷ്യരെ സിഖുകാരെ ഇല്ലാതാക്കിയപ്പോൾ വൻമരം വീഴുമ്പോൾ പ്രകമ്പനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ച ആളാണ്. കൈ കെട്ടി നിന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ DNA ആണ് ഈ രാഹുൽ ഗാന്ധിക്കുള്ളത്. ഇത് പലരും മിണ്ടുന്നില്ലെന്നുള്ളതാണ്. പുള്ളിക്കാരനെയൊക്കെ സ്നേഹത്തിൻ്റെ കട, വെള്ളരിപ്രാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുനടക്കുകയാണ്.
ഇനിയിപ്പോൾ നിങ്ങൾ രാജീവ് ഗാന്ധിയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ, സഞ്ജീവ് ഗാന്ധിയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ, ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ ഏകാധിപതിയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ഇവരുടെയൊക്കെ ഓഫീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ചിത്രം വെച്ചിട്ടാണ് ഇവർ വോട്ട് പിടിക്കുന്നത് തന്നെ. അപ്പം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയുടെ ചിത്രം ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് വോട്ട് തരൂ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കലാപരിപാടി നമ്മുടെ നാട്ടിലുണ്ട്. ഈ കലാപരിപാടി ജസ്റ്റ് ഒന്ന് തുറന്നു കാണിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം വിമർശനത്തെ ഭയക്കാണ്. തെലുങ്കാന ഗവൺമെൻറ് 400 ഏക്കർ തെലുങ്കാനയിൽ ഒരു ക്യാമ്പസിന് പിന്നിൽ ഒരു വനഭൂമി ഇവർ വെട്ടിത്തളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ IT പാർക്ക് പണിയാൻ വേണ്ടി. ഇതിൻ്റെ വിഷ്വൽസൊക്കെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അവിടുത്തെ കുട്ടികളൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. ആ ഗവൺമെൻറ് ഒരു കണ്ണിച്ചോരയില്ലാത്ത പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിമർശനത്തിൻ്റെ പേരിലാണ് ധ്രുവ് റാത്തി അതുപോലെ കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെതിരെ തെലുങ്കാന സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത്. ആരാണ് വിമർശനത്തെ ഭയക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏകാധിപതി എന്ന് വിളിച്ചപ്പം ധ്രുവ് റാത്തിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനെ, രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ, റേവന്ത് റെഡ്ഡിയെ ഒന്ന് വിമർശിച്ചപ്പോൾ 400 ഏക്കറിൻ്റെ കാര്യത്തിൽ, അവിടുത്തെ മൃഗങ്ങളുടെ കാര്യത്തിൽ ഒന്ന് വിമർശിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറേ ടീമുണ്ട് മണ്ടന്മാർ, ഇവർക്ക് വേണ്ടി ജയ് സിന്താബ വിളിച്ചുകൊണ്ട് നടക്കുന്നത്. സത്യത്തിൽ ഇന്ത്യയിൽ നല്ല കിടിലൻ ഏകാധിപത്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് പോകുന്നൊരു പാർട്ടിയാണ് സ്നേഹത്തിൻ്റെ കടയെന്നൊക്കെ പറഞ്ഞ ആളെ പറ്റിക്കുന്നതാണ്. നാട്ടിൽ വരാൻ നേരത്തെ ഓരോ പപ്സൊക്കെ പുള്ളിക്കാരൻ തിന്നുമെങ്കിലും പുള്ളിയുടെ DNA എന്ന് പറയുന്നത് പഴയ ഏകാധിപതിയുടെ DNA ആണ്. അതിപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിലും അച്ഛമ്മയാണെന്നുണ്ടെങ്കിലും ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ആൾക്കാർ മറക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിമർശിച്ചപ്പോൾ ഒരു കുഴപ്പവും പറ്റിയില്ല ധ്രുവ് റാത്തിക്ക്. പക്ഷേ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ വിമർശിച്ചപ്പോൾ കളി അങ്ങ് മാറി. ഇതിൻ്റെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ കുറേ ടീമുണ്ട്, വെള്ളയൊക്കെ ഇട്ടിട്ട് വെള്ളരിപ്രാവാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുണ്ട്. ഈ ടീമിനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് തട്ടിപ്പ് കേസുകളാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അല്ലെന്നൊരു ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ പറയും. പക്ഷേ ഭരണഘടന തന്നെ കത്തിച്ചിട്ട് അധികാരം കസേരയിൽ കയറിയിരുന്ന മുത്തച്ഛിയുടെ മോനാണ്, കൊച്ചുമോനാണിത്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ തലവെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഇപ്പോൾ ഗോവിന്ദച്ചാമി ആണെന്നുണ്ടെങ്കിൽ നെഹ്റു ഫാമിലിയിലാണ് ജനിച്ചെങ്കിൽ ഭാവി പ്രധാനമന്ത്രിയാണ് നമ്മളെല്ലാവരും. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കിട്ടും. ഇതിപ്പോൾ ഒരു 10 വർഷം കൂടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമൊക്കെ ആയിട്ട് നടക്കും. 10 വർഷം കൂടെ കഴിയുന്നേരത്ത് നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് റോബർട്ട് വദ്രയ്ക്ക് ഒരു മോനുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് ആൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് പുള്ളിക്കാരനും വരും ഭാവി പ്രധാനമന്ത്രിയായിട്ട്. ഇതൊരു ഫാമിലി പാർട്ടിയാണ്. ഇതിൽ കൂടുതലൊന്നുമില്ല. ഇവർക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ഈ കോൺഗ്രസിലൊക്കെ നിരവധി കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ആ ഫാമിലിയിലല്ലല്ലോ ജനിച്ചത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറേ മണ്ടന്മാരുണ്ട് ഇവർക്കൊക്കെ സിന്താബ വിളിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടൊരു കാര്യമാണ്, ഈ നാട്ടിൽ ഒരു കുടുംബത്തിൽ ജനിച്ചെന്നും പറയും, ആ കുടുംബത്തിൽ അവർ രക്തസാക്ഷിയായി അതുകൊണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ എത്രയോ പട്ടാളക്കാരും അവരുടെ കുട്ടികളും ഉണ്ട്. ഇന്ദ്രയുടെ പേരക്കുട്ടി, രാജീവിൻ്റെ മകൻ എന്നുള്ള രീതിയിലൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വയനാട് ഇലക്ഷന് പ്രിയങ്ക ഗാന്ധിയുടെ എന്താണ് ക്വാളിറ്റി രാഷ്ട്രീയത്തിൽ? അവർ ആ നെഹ്റു ഫാമിലി ജനിച്ചു, ഇത് തന്നെ. അല്ല എന്താ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ കേരളത്തിൽ മീഡിയക്കാരും ഈ ഇന്ദിരാഗാന്ധിയുടെ മൂക്കുള്ളവൾ അങ്ങനെയൊക്കെ കൊണ്ടുപോയി വോട്ട് കുത്തുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ മലയാളികൾ. ഇവിടെ ഇരുന്ന് കുറേ ആൾക്കാർ കേരള 100% ലിറ്ററസി ആണെന്നൊക്കെ പറയും. എനിക്ക് എന്നുള്ള സംശയം. അതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ മെയിൻ പരിപാടി ന്യൂനപക്ഷ പ്രകടനം. ആ വഖഫ് ബില്ല് ഏത് രീതിയിലാണ് 1995-ലും 2013-ലും ഇവർ ചെയ്തു വെച്ചതെന്ന് ആ മുൻപത്തെ മനുഷ്യരെ കഷ്ടപ്പെട്ടേക്കാം നമ്മൾ കണ്ടയാണ്. ന്യൂനപക്ഷ പ്രീണനം, മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടുക, എന്നിട്ട് മതേതര ജനാധിപത്യ പാർട്ടി എന്ന് പറയുക, ഈ നാട്ടിൽ ഭരണഘടന സംരക്ഷിക്കുന്നു. എപ്പോഴും രാഹുൽ ഗാന്ധി ഒരു ഭരണഘടന, ഇവരുടെ മുത്തച്ഛിയാണ് ഇത് കത്തിച്ചു കളഞ്ഞത്. മനസ്സിലായില്ലേ? ഇന്ത്യയിൽ എന്നിട്ട് തള്ളിക്കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴും ഓഫീസിൽ നോക്കി കഴിഞ്ഞാൽ അതേ ഏകാധിപതിയുടെ ചിത്രമാണ് ഇവരുടെ ഓഫീസിലല്ല ഇരിക്കുന്നത്, ഏത് സ്വന്തം മുത്തച്ഛിയുടെ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ കലാപരിപാടി. എന്തായാലും ഇപ്പം ധ്രുവ് റാത്തിക്ക് മനസ്സിലായി കാണും എന്താണ് ഏകാധിപതി, അല്ലെന്നുണ്ടെങ്കിൽ എവിടെയാണ് ആർക്കെതിരെയാണ് വിമർശിക്കേണ്ടത്, ആർക്കെതിരെ വിമർശിച്ചാൽ തിരിച്ച് പണി കിട്ടും എന്നൊക്കെ ധ്രുവ് റാത്തിക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ആദ്യമായിട്ട് പേജ് കാണുന്നത് ജസ്റ്റ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.